മായ ഹജ്ജിനെ കുറിച്ച് പരാമർശിച്ചെടുത്ത് അള്ളാഹു തആല കഅബയാണ് കാര്യമായിട്ട് അള്ളാഹു തആല ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ ആയത്തിന്റെ അർത്ഥം ആദ്യമായി ജനങ്ങൾക്ക് വെച്ച് സ്ഥാപിച്ച ഭവനം കഅബയാണെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു സാധിക്കുന്ന ആളുകൾക്ക് കഅബയിൽ പോയിട്ട് ഹജ്ജ് ചെയ്യാൻ അള്ളാഹു ജനങ്ങളുടെ മേൽ നിർബന്ധമാക്കി എന്ന് പറഞ്ഞു. മൂന്നാമത്തത് ഹജ്ജും ഉംറയും അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിലൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി എന്നുള്ള ആ ഒരു ഇതവിടെ ഉണ്ട്. ഒക്കെ ചെയ്യുന്നതൊക്കെ അള്ളാഹ്ക്കും റസൂലിനും തന്നെയാണ് എന്നുണ്ടെങ്കിലും അള്ളാഹ്ക്ക് എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പ്രത്യേകിച്ച് പറയുമ്പോൾ അതൊരു സംഭവമാണ്. അതാണ് നമ്മൾ ഹജ്ജിന്റെ വേളകളിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറയുമ്പോൾ ഹാജരെടുക്കുന്ന സമയത്ത് അധ്യാപകനോട് ലബ്ബൈക്ക് യാ ഉസ്താദ് എന്ന് പറയുന്നത് പറയാൻ പ്രസന്റ് എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ പ്രസൻസ് പോയിട്ട് നമ്മൾ അള്ളാഹുവിനോട് പറയാണ്. അപ്പൊ ഹജ്ജും ഉംറയും അള്ളാഹുവിലേക്കുള്ള ഒന്നാണ്. പിന്നെ മറ്റേത് ഫാത്തിമുൽ ഹജ്ജ് വൽ ഉംറത ലില്ലാഹ്, അതിലും അള്ളാഹ്ക്ക് എന്ന് പറഞ്ഞു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നബി തങ്ങൾ അതിന്റെ കൂലി പറയാണ്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഉംറതു ഇലൽ ഉംറതി, ഒരു ഉംറ മറ്റൊരു ഉംറ വരെ കഫാറത്തു ലിമാ ബൈനഹുമാ, അത് രണ്ടിന്റെയും ഒന്നിനുക്കുള്ള പ്രായശ്ചിത്തമാണ്. കഫാറത്ത് എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം. അപ്പൊ ഒരു ഉംറ ചെയ്ത് വന്നിട്ട് ഇനി അടുത്ത ഉംറ ചെയ്ത് വരുന്നത് വരെ എന്ത് ചെയ്യും? പാപങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യും? അള്ളാഹു പുറത്തു കൊടുത്തുകൊണ്ടിരിക്കും. വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, മബ്റൂറായ ഹജ്ജിനക്ക് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ മറ്റൊരിടമില്ല. വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും മബ്റൂറായ ഹജ്ജിനക്ക് ഇല്ല. റവാൽ ബുഖാരിയും മുസ്ലിമും ബുഖാരിയും റിവായത്ത് ചെയ്തതാണത്. അൽ ഹജ്ജു റുക്കുനും മിൻ ഹർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ റുക്കുനുകളിൽ പെട്ട ഒരു അവിഭാജ്യ ഘടകമാണ് ഹജ്ജ്. അറിയാം, ഇസ്ലാം കാര്യങ്ങളിൽ പെട്ട ഒന്നാണ്. വഫദലുൽ ഇബാദാത്തി ബഅദ സ്വലാത്തി വസ്സിയാം, നിസ്കാരം നോമ്പുകൾക്ക് ശേഷം ആരാധനകൾ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായതുമാണ് ഹജ്ജ്. ആദ്യം നിസ്കാരമാണ്, പിന്നെ നോമ്പാണ്, പിന്നെ ഹജ്ജാണ്. വമിന ശറായിഇൽ ഖദീമ, പുരാതന ശറഉകളിൽ പെട്ടതുമാണ്. അപ്പൊ പണ്ട് മുതലുള്ള ആദം നബി മുതലുള്ള ശറ അനുസരിച്ച് ഇവിടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വന്ന പ്രവാചകന്മാരെല്ലാവരും അനുഷ്ഠിച്ച കർമ്മങ്ങളാണ് ഹജ്ജും ഉംറയും. അപ്പൊ ഓരോ വ്യത്യാസമുണ്ട്. ഇബ്രാഹിം നബിയുടെ ശേഷമാണ് ജംറത്തുൽ അഖബയിലേക്കും മൂലയിലേക്കും ഏറ് വന്നത്, അറവ് വന്നത്. നബിതങ്ങളുടെ ശേഷം വന്ന വ്യത്യാസങ്ങളുണ്ട്. നബിതങ്ങളെടുത്ത സുന്നത്തുകളൊക്കെ നബിതങ്ങളുടെ ശേഷമാണ്. പക്ഷെ പുരാതന ശറഉ മുതൽ തന്നെ, അപ്പൊ ആദം നബി മുതൽ തന്നെ എന്ത് നടന്നിട്ടുണ്ട്? ഹജ്ജ് നടന്നിട്ടുണ്ട്. പിന്നെ ഓരോ നബിമാർക്കും അല്ലാഹു തആല കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് അതിന്റെ രൂപത്തിലും രീതിയിലുമൊക്കെ വ്യതിയാനമുണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ ഒരാൾ ഹജ്ജ് അനുഷ്ഠിക്കുന്ന സമയത്ത് മൊത്തം ഈ ഒരു മുസ്ലിങ്ങളെ അള്ളാഹുവിന് വണങ്ങിയ, അള്ളാഹുവിന് കീഴ്പ്പെട്ട എല്ലാ സത്യവിശ്വാസികളുടെയും കൂടെയാവുകയാണ് ഹജ്ജ് ചെയ്യുന്ന സമയത്ത്. നോമ്പിനും അങ്ങനെ ഉണ്ട് എന്നുള്ളതല്ല, പക്ഷെ നോമ്പിന്റെ രൂപഘടനകൾ വ്യത്യാസമുണ്ട്. നിസ്കാരം നമ്മുടെ ഉമ്മത്തിന് പ്രത്യേകതയാണ്, വുളൂഅ് നമ്മുടെ ഉമ്മത്തിന് പ്രത്യേകതയാണ്. ഇങ്ങനെ പലതും ഉണ്ടാകുമ്പോൾ ഹജ്ജ് അതൊരു സ്പെഷ്യലാണ്. ഹജ്ജ് സ്പെഷ്യൽ അല്ല, ഹജ്ജ് കോമൺ ആണ്. കോമൺ ആകുമ്പോൾ അതിന്റെ വില കുറയല്ല ചെയ്യുന്നത്, മറിച്ച് അത്രയും അള്ളാഹുവിലേക്ക് കണക്റ്റഡ് ആയ ഒന്നാണ് ഹജ്ജ് എന്നുള്ളത്. വമാമിൻ നബിയിൻ ഇല്ലാ ഹജ്ജ, ഒരൊറ്റ നബിയും ഹജ്ജ് ചെയ്യാതിരുന്നിട്ടില്ല. വറുവി അന്ന ആദം അലൈഹിസ്സലാം ഹജ്ജ 40 ഹജ്ജത്തൻ മിനൽ ഹിന്ദ് മാഷിയ, ഇന്ത്യയിൽ നിന്നിട്ട് നടന്ന് ബഹുമാനപ്പെട്ട ആദം നബി 40 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. വഅന്ന ജിബ്രീല ഖാല ലഹു, ജിബ്രീൽ ആദം നബിയോട് പറഞ്ഞു, ഇന്നൽ മലായികത കാനു യതുഫൂന ഖബ്ലക ബിഹാദൽ ബൈതി 7000 സന. മാഷാ അല്ലാഹ്, അല്ലയോ ആദം നബിയെ, അങ്ങയുടെ മുമ്പ് മലക്കുകൾ 70,000 വർഷം, സോറി 7000 വർഷം അങ്ങയ്ക്ക് മുമ്പ് മലക്കുകൾ ഈ കഅബയെ തവാഫ് ചെയ്യുന്നുണ്ടെന്ന് മലക്കുകൾ ആദം നബിയോട് പറഞ്ഞു. വഹജ്ജ നബിയുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ലൽ ഹിജ്റതി ഹിജ്ജ, ഹിജ്റക്ക് മുമ്പായിട്ട് അവിടുന്ന് ധാരാളം ഹജ്ജുകൾ ചെയ്തു. ഹിജ്റക്ക് മുമ്പ് അവിടുന്ന് മക്കയിലാണല്ലോ ഉണ്ടായിരുന്നു, അല്ലെ? ഹിജ്റക്ക് മുമ്പ് അവിടുന്ന് മക്കയിലുണ്ടായിരുന്നെ. ആഫ്റ്റർ മക്ക മദീനയിലേക്ക് വന്നതിന് ശേഷം അവിടുന്ന് ഒരു ഹജ്ജാണ് ചെയ്തത്. അപ്പോൾ പലപ്പോഴും ഹജ്ജ് ചെയ്യാൻ പോകാനുള്ള ഉപരോധങ്ങൾ ഉണ്ടായിരുന്നു, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു.
ചിലപ്പോൾ ഹജ്ജിന് പോയിട്ട് തിരിച്ചു വന്ന ഘട്ടങ്ങളുണ്ട്. അപ്പൊ എനിവേ മദീനയിൽ എത്തിയതിന് ശേഷം അവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ഹജ്ജ് ചെയ്തു. ഹജ്ജത്തുൽ വദാ ഫഹസ്ബു, ഫഹസ്ബു പറഞ്ഞ ഓൺലി. അപ്പൊ മദീനയ്ക്ക് വന്നതിന് ശേഷം ഒരു ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളത് ഹജ്ജത്തുൽ വദാഉമാണ്. ഓക്കെ, ഇതാണ് ഹജ്ജിന്റെ ഒരു ഖുർആന്റെ വശങ്ങളും ഹദീസിൽ വന്നതും അതിന്റെ ഒരു ചരിത്രവും അതിന്റെ ഒരു വർത്തമാനവും. ഇങ്ങനെയാണ് ഹജ്ജും ഉംറയും കയറി വരുന്നത് തമ്മിലേക്ക്. ഓക്കെ, ഷുറൂത്തുൽ ഹജ്ജി വൽ ഉംറ, ഹജ്ജിന്റെയും ഉംറയുടെയും ഷർത്തുകൾ. ഇത് ഒരു പിന്നെ 3 തരത്തിലേക്ക് സാധനങ്ങൾ പോകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് എടുത്തപ്പോൾ അത് വേറെ ടീമിനൊക്കെ എടുത്തപ്പോൾ അതിലേക്ക് നന്നായിട്ട് അവിടെ കയറി വരാൻ പറ്റില്ല. നിങ്ങളിലേക്ക് അങ്ങനെ കയറി വരാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ശുരിത്തലി സിഹത്തിൻ നുസ്കി, നുസ്ക് സ്വഹീഹാകുന്നതിനൊക്കെ ഷർത്താക്കപ്പെടും അൽ വഖ്തു വൽ ഇസ്ലാമു. നുസ്ക് പറഞ്ഞാൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ. ഹജ്ജിന്റെ കർമ്മങ്ങൾ ഒരാൾ ചെയ്തത് സ്വഹീഹാവണമെങ്കിൽ, സ്വഹീഹാവുക എന്നാട്ടാ പറഞ്ഞത്, ആ വാക്ക് ശ്രദ്ധിക്കണം. അത് മതിയാവുക എന്നുള്ളതല്ല. സ്വഹീഹാവുക എന്ന് പറഞ്ഞതും മതിയാവുക എന്ന് പറഞ്ഞതും വേറെയാണ്. സ്വഹീഹാവുക എന്ന് പറഞ്ഞതും മതിയാവുക എന്ന് പറഞ്ഞതും വേറെയാണ്. അപ്പോൾ സ്വഹീഹാവുന്നതിനക്ക് നിബന്ധനയുണ്ട് അൽ വഖ്തു വൽ ഇസ്ലാം. അപ്പോൾ മുസ്ലിമായ ഒരാള് ഹജ്ജിന്റെ സീസണിൽ ഹജ്ജിന്റെ കാര്യങ്ങൾ ചെയ്താൽ എന്ത് ചെയ്തു, അത് സ്വഹീഹായി. അത് ഇനി മതിയാവണമെങ്കിൽ കുറച്ചും കൂടി സംഗതികൾ താഴെ പറഞ്ഞ കുറച്ചും കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ അതിപ്പോൾ എന്ത് ചെയ്യുള്ളൂ, അത് മതിയാവുള്ളൂ. അപ്പോൾ സ്വാദിഖായി ഈ വരുന്ന ഹജ്ജിൽ പോയിട്ട് എന്ത് ചെയ്തു, പിന്നെ ഹജ്ജ് ചെയ്തപ്പോൾ അത് സ്വഹീഹായി. ഇനി അത് ഇസ്ലാമിലെ നിബന്ധനയായ ഹജ്ജിനെ തൊട്ട് വീഡിയോ ഇട്ടുണ്ടെങ്കിൽ എന്തൊക്കെ നോക്കാണ്ട്, പിന്നെ സ്വാദിഖായിക്ക് പിന്നെ സ്വതന്ത്രനാണോ നോക്കും, തമ്മീസ് ഉണ്ടോ നോക്കും. ഇതുണ്ടെങ്കിൽ ഇനി എന്ത് വേണ്ട, ഇസ്ലാമിൽ വേറെ ഹജ്ജ് വേണ്ട. അല്ല സ്വാദിഖായി സംഗതി ചെയ്തു, ഹജ്ജിന്റെ സമയത്ത് തന്നെ മുസ്ലിം ആയിക്കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ സ്വതന്ത്രനല്ലായിരുന്നു. എന്നാൽ ഇനി സ്വതന്ത്രമായതിന്റെ ശേഷം ഇസ്ലാമിലെ ഹജ്ജ് വീട്ടണം. അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തു, പക്ഷെ എന്തില്ലായിരുന്നു, തമ്മീസ് ഇല്ലായിരുന്നു. കുട്ടിയായ സമയത്ത് ചെയ്തതാണ്. സ്വതന്ത്രനായിരുന്നു, മുസ്ലിം ആയിട്ടാണ് ചെയ്തത്, ഹജ്ജിന്റെ സമയത്താണ് ചെയ്തത്, പക്ഷെ എന്തില്ലായിരുന്നു, തമ്മീസ് ഇല്ലായിരുന്നു. അപ്പൊ തമ്മീസ് ഇല്ലാത്തത് കൊണ്ട് ഹജ്ജിന്റെ ചില കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റൂല. അതാണ് പറഞ്ഞത്. പിന്നെ ഈ 3 റൂട്ടിലൂടെ അത് പോകുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞപ്പോ എന്താ സ്ട്രെസ് ചെയ്ത് പറയുകയാണെങ്കിൽ, നമുക്കറിയാം ഹജ്ജിന് പോകുന്ന സമയത്തൊക്കെ കുട്ടികളെയും ഹജ്ജിന് കൊണ്ടുപോകാറുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ഇഹ്റാമിന്റെ വേഷങ്ങളൊക്കെ ഇട്ട് ഉപ്പയുടെയോ വല്യപ്പയുടെയോ തോളത്തിരുന്നു കൊണ്ട് ലബ്ബൈക്ക് ചൊല്ലുന്ന, കരളലിയിപ്പിക്കുന്ന മനോഹരമായ രംഗങ്ങൾക്ക് ഫോണിലൂടെ സാക്ഷ്യം വഹിച്ചവരാണ് നമ്മൾ. അപ്പൊ ചോദ്യം, ഇനി ആ കുട്ടി വലുതായി കഴിഞ്ഞാൽ ഹജ്ജ് നിർവഹിക്കണോ? ഇല്ല, ആ കുട്ടി നിർവഹിക്കണ്ടെന്ന് പറയാൻ വല്ല, കുട്ടി എന്ത് ചെയ്യണം, ഹജ്ജ് എന്ത് ചെയ്യണം, നിർവഹിക്കണം. കാരണം ഇസ്ലാമിലെ ഹജ്ജിനെ തൊട്ട് ആ കുട്ടിയുടേത് വിടണമെങ്കിൽ കുട്ടിക്ക് എന്ത് വേണം, തമ്മീസ് വേണം. ഓക്കെ, ഇനി ഒരടിമയെ യജമാൻ എന്ത് ചെയ്തു, ഹജ്ജിനുണ്ടായി. യജമാൻ ഹജ്ജിന് മുമ്പിൽ യജമാന്റെ ഖാദിമായിട്ട് അടിമയെ കൊണ്ടുപോയി. അടിമ ഹജ്ജുകളൊക്കെ ചെയ്തു. മുസ്ലിമാണ് അടിമ, ഹജ്ജിന്റെ സമയത്താണ് ചെയ്തത്, അടിമക്ക് തമ്മീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഹുദിയത്തില്ല, സ്വതന്ത്രമല്ല. അതുകൊണ്ട് ഇസ്ലാമിൽ ഹജ്ജിനെ തൊട്ട് അടിമയുടെ ഹജ്ജ് എന്ത് ചെയ്തിട്ടില്ല, വീടിയിട്ടില്ല. അപ്പൊ ഇനി അടിമ മുസ്ലിം ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒന്നും കൂടെ ഹജ്ജ് ചെയ്യണം. ഓക്കെ, ഇതാണ് പറഞ്ഞത്. ആ ഒരു 3 സെഷൻ അവിടെ കയറി വരുന്നുണ്ട്. അപ്പൊ ശുരിത്തുൽ സിഹത്തി നുസുഖി അൽ വഖ്തു വൽ ഇസ്ലാം, ആ നുസുക്ക് സ്വഹീഹാവാന് സമയവും ഷർത്താണ്, ഇസ്ലാമും ഷർത്താണ്. ഇസ്ലാമും ഷർത്താണ്. വലി മുബാശറത്തിഹി, ആ ഹജ്ജിനോട് കൂടി ചേരണമെങ്കിൽ എന്തൊക്കെ വേണം, ഇത് വേണം, സമയവും റെഡി ആവണം, മുസ്ലിമും ആവണം, വൽ തമ്മീസ്, എന്തും വേണം, തമ്മീസും വേണം. അപ്പോ പിന്നെ ഭ്രാന്തനും തമ്മീസും ഇല്ലാത്ത കുട്ടി ഇഹ്റാം ചെയ്യാൻ പറ്റൂല.
അവർക്ക് വേണ്ടിയിട്ട് വലിയ എന്ത് ചെയ്യണം, ഇഹ്റാം ചെയ്യണം. അപ്പൊ നമ്മൾ കാണുന്ന ഒക്കത്തിരിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അവിടെ വലിയ ഇഹ്റാം ചെയ്തിട്ടുണ്ടാവുക. ഇനി ഭ്രാന്തനായ ഒരു കുട്ടിയാണ്, വലിയ ഇഹ്റാം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്തിനാ ഭ്രാന്തനൊക്കെ കൊണ്ടുപോണ്? അത് കൊണ്ടുപോകേണ്ടി വരും. ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ദുബായില് ഫ്ലാറ്റ് ലൈഫിൽ ജീവിക്കുന്ന ആളുകളാണ്. നേരം വെളുത്തു കഴിഞ്ഞാല് കുട്ടികളെ ഡേ കെയറിലാക്കിയിട്ട് ഹസ്ബൻഡും വൈഫും അവരെങ്ങോട്ട് പോവുകയാണ്. പിന്നെ വലിയ വഖൂഇഹി, മൂന്നാമത്തെ സെഷൻ. ഒന്ന് സ്വഹിയാവാനുള്ള ഷർത്ത് പറഞ്ഞു, സമയവും നിബന്ധനയാണ്, മുസ്ലിം ആവുക എന്നുള്ള നിബന്ധനയാണ്. രണ്ടാമത്തേത് ഈ ഹജ്ജിനോട് ഇടപഴകാൻ നിബന്ധനയാണ്, തമ്മീസും പിന്നെ സമയവും മുസ്ലിമും. മുസ്ലിം അല്ലാത്ത ആൾ ഹജ്ജ് ചെയ്യാൻ പറ്റൂല, ഹജ്ജിന്റെ സമയത്തല്ലാതെ ഹജ്ജ് ചെയ്യാൻ പറ്റൂല, തമ്മീസ് ഇല്ലാത്ത ആളെ ഹജ്ജ് ചെയ്യാൻ പറ്റൂല. തമ്മീസ് ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ ഭ്രാന്തനെയും കുട്ടിയെയും നമ്മൾ ഉൾപ്പെടുത്തി. ലാസ്റ്റ് വൺ വലി നുസുക്കിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നുസുക്കിനെ തൊട്ട് അത് വീടണമെങ്കിൽ, മുസ്ലിം ആയ ഒരാള് നിബന്ധനയൊത്ത ഹജ്ജ് പൂർത്തിയാക്കി എന്ന് പറയണമെങ്കിൽ മാ തഖദ്ദമ, മേലെ പറഞ്ഞതൊക്കെ വേണം. എന്തൊക്കെ? ഹജ്ജിന്റെ സമയത്താവണം, മുസ്ലിം ആവണം, പിന്നെ തമ്മീസ് ഉണ്ടാവണം. പിന്നെ ഒന്നും കൂടെ വൽഹുദ്ദിയ, സ്വതന്ത്രനുമാവണം. അപ്പൊ അടിമ ചെയ്താൽ പോരാ, ഹുറാവണം. അടിമ സ്ത്രീ ചെയ്താൽ പോരാ, ഹുറാവണം. അപ്പൊ സ്വതന്ത്ര സ്ത്രീ, സ്വതന്ത്ര പുരുഷൻ ചെയ്താൽ ഇസ്ലാമിന്റെ ഹജ്ജിനെ തൊട്ട് വീടുക. ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെയാണ് സ്വഹീഹാവുക എന്ന് പറഞ്ഞതിന്റെ കാര്യം. ഇനി പറയാ വലി വുജൂബിഹി, ഇത് നിർബന്ധമാവാന് എന്തൊക്കെ നിബന്ധനയുണ്ട്? ജമീഉ മാ സബഖ, മേലെ പറഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ ഹജ്ജ് നിർബന്ധമാവുള്ളൂ. എന്തൊക്കെ? ഹജ്ജിന്റെ സീസണിൽ ഹജ്ജ്, ഇപ്പൊ തന്നെ ഹജ്ജ് നിർബന്ധമാവില്ല, ഹജ്ജിന്റെ സീസണിലാണ് ഹജ്ജ് നിർബന്ധമാവുക. മുസ്ലിമിന് ഹജ്ജ് നിർബന്ധമാകുള്ളൂ, തെമ്മീസുള്ള ആൾക്ക് ഹജ്ജ് നിർബന്ധമാകുള്ളൂ, അടിമക്ക് സ്വതന്ത്രനെ ഹജ്ജ് നിർബന്ധമാകുകയുള്ളൂ. അതോടുകൂടെ എന്താണ്? അതാണ് നമ്മൾ പറയുന്ന ആ പഴയ പരമ്പരാഗത ഭാഷ, തടിയാലും വഴിയാലും മുതലാലും പോസിബിൾ ആവുക. അപ്പൊ ഇവന്റെ ശാരീരികമായിട്ട് ഇവനക്ക് കഴിയണം. വണ്ടിയിൽ ഇരിക്കാൻ പറ്റാത്ത പാർക്കിൻസൺ രോഗം ബാധിച്ച ആളാണെങ്കിൽ ഒരു ബൈസ്റ്റാൻഡറെ കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ഭദ്രത അവനക്കില്ലെങ്കിൽ ഹജ്ജ് നിർബന്ധമാവില്ല. സാമ്പത്തിക ഭദ്രതയുണ്ട്, ശാരീരിക ക്ഷമതയുണ്ട്, പക്ഷെ ദ വേ ഈസ് നോട്ട് സേഫ്. മേ ബി ദ റോബേഴ്സ് വന്നേക്കാം. റോബേഴ്സ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ, കൊള്ളക്കാർ വരുന്നുണ്ടെങ്കിൽ ആ വീടെയും അവിടെ പോകണമെന്നില്ല. അപ്പൊ തടി, വഴി, മുതലിന്റെ പോസിബിലിറ്റി ഉണ്ടാവലോടുകൂടെ, മുസ്ലിം ആവലോടുകൂടെ, സ്വതന്ത്രനാവലോടുകൂടെ, തമ്മീസ് ആവലോടുകൂടെ ഹജ്ജിന്റെ സമയത്ത് നിർബന്ധമാകുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. യസിഹു ഇഹ്റാമുൽ വലിയ അനിസ്വബിയെ, കുട്ടിയെ തൊട്ട് വലിയ ഇഹ്റാം ചെയ്യൽ സ്വഹീഹാകും. മുമയ്യിസൻ കാന ഔല, അത് തമ്മീസുള്ള 7 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടിയാവട്ടെ ഔല, അല്ലെങ്കിൽ തമ്മീസൊന്നും ഇല്ലാത്ത കുട്ടിയാവട്ടെ, വലിയ ആ കുട്ടിനെ തൊട്ട് ഇഹ്റാം ചെയ്യൽ എന്താണ്? കുട്ടിക്ക് എന്ത് ചെയ്യും? നിർബന്ധം ആകും. കുട്ടിക്ക് എന്ത് ചെയ്യും? നിർബന്ധം. ആ ഇഹ്റാം ചെയ്യൽ എന്ത് ചെയ്യും? സ്വഹീഹാകും. വഖദ ഇഹ്റാമു സ്വബിയിൽ മുമയ്യിസ് ബിദിനിഹി, അപ്രകാരമാണ് തമ്മീസുള്ള കുട്ടി വലിയന്റെ സമ്മതത്തോടെ ഇഹ്റാം ചെയ്യൽ. ഇപ്പൊ ഫഖറുൽ മുമയ്യിസ് യതൂഫു ബിൽ വലിയ, തമ്മീസ് ഇല്ലാത്ത കുട്ടിയെ കൊണ്ട് വലിയ തവാഫ് ചെയ്യണം. അത് നമ്മളെ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ. വയസ്ആബിഹി, ഇവനെ കൊണ്ട് സൈ ചെയ്യണം. വയുസല്ലി അൻഹു, ഇവനെ തൊട്ട് നിസ്കരിക്കണം. റകഅത്തെ തവാഫിൽ ഇഹ്റാമൊക്കെ നിസ്കരിക്കണം. വയുനാബിലുൽ അഹിജാറ, തമ്മീസ് ഇല്ലാത്ത ചെറിയ 4 വയസ്സായ ചോട്ടാപ്പിക്ക് എടുത്തു കൊടുക്കണം, കല്ലുകൾ എടുത്തു കൊടുക്കണം. വയമുർഹു ബിർ റമിയ, അവനോട് എറിയാൻ പറയണം, കദറ കഴിവുണ്ടെങ്കിൽ. വൈല്ല റമ അൻഹു ബഅദ ഫീലി കുല്ലി മിൻഹുമാ നഫ്സി, ഇവന്റെ ഇതൊക്കെ ചെയ്തതിന്റെ ശേഷം, ഇവന്റെ നഫ്സിനൊക്കെയുള്ള തവാഫ് ചെയ്ത് ഇഹ്റാം ചെയ്ത് കല്ലുകൾ എറിഞ്ഞതിന് ശേഷം കുട്ടിക്കുള്ളത് എന്ത് ചെയ്യുക. വയുദ്ഹിറുൽ മവാഖിഫ കുല്ലഹ, എല്ലാ മൗഖിഫുകളും മുസ്ദലിഫയിലും അറഫയിലും മിനായിലും എവിടൊക്കെ രാപ്പാർക്കാണ്ടോ നിൽക്കാണ്ടോ തങ്ങാണ്ടോ എല്ലായിടത്തും കുട്ടിയെ കൊണ്ടെത്തിക്കുക. വുജൂബൻ, നിർബന്ധമായിട്ടും കൊണ്ടെത്തിക്കണം. ഫിൽ വാജിബി, വാജിബായ ഹജ്ജില്, വനദിബൻ ഫിൽ മന്ദൂബി, മന്ദൂബായ ഹജ്ജില്. അപ്പൊ ഒക്കെ കുട്ടിനെ കൊണ്ട് ചെയ്യിക്കുക. വൽ മുമയ്യിസോ,
ഇപ്പൊ ഇനി തമ്മീസുള്ള കുട്ടി 7ഉം 8ഉം വയസ്സായ പ്രായപൂർത്തിയാകാത്ത 10 വയസ്സൊക്കെ ഉള്ള കുട്ടീനെ കുട്ടി യതൂഫു തവാഫ് ചെയ്യണം. വൽ മുമയ്യിസു യതൂഫു, മുമയ്യിസ് എന്ത് ചെയ്യണം? തവാഫ് ചെയ്യണം. വൈസല്ലി, ഇവൻ നിസ്കരിക്കണം. ഇവൻ സഈ ചെയ്യണം. വയർമി, ഇവന് റമ്മി നടത്തണം. വയഹ്ലൂറിൽ മവാഖിഫ ബിനഫ്സി, ഇവൻ എല്ലാ മൗഖിഫുകളും ഇവൻ എന്ത് ചെയ്യണം? തമീസ് ആകുമ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നത്തെ കുട്ടികളൊക്കെ ഇപ്പൊ എന്താ പറ്റാത്ത? ഇവിടെ ഈ ദുബായിത്തെ കുട്ടികളൊക്കെ തന്നെ നാട് കൂട്ടു പോകുമ്പോൾ കുട്ടികളൊക്കെ തന്നെ, നമ്മളടുത്ത കുട്ടികളൊക്കെ കാര്യം അതിനൊക്കെ പറ്റുക. ഇവിടുത്തെ കുട്ടികളൊക്കെ അത്ഭുതം. രാവിലെ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ലിഫ്റ്റും വണ്ടിയൊക്കെ കയറി വന്ന് ഓല് റോഡൊക്കെ കൃത്യമായി മുറിച്ച് കിടന്ന് ഓലെ ഫ്ലാറ്റൊക്കെ തെരഞ്ഞെത്തണ കുട്ടികൾ. എൻ്റെ ഉമ്മാനൊക്കെ പോലത്തെ പരമ്പരാഗത വല്യമ്മമാരുള്ള കാട്ടില് 15 വയസ്സായി കഴിഞ്ഞാലും കുട്ടികള് അകിടിൻ്റെ ഒട്ടിന്ന് മാറാത്ത രീതിയിലുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും? ആ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മെച്യൂരിറ്റി ഒക്കെ എന്ത് ചെയ്യും? കയറി വരുന്ന കുട്ടികൾക്ക് അത് കുഴപ്പമില്ല. അതാണ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ. വൽ മജ്നൂന് ഗൈറുൽ മുമയ്യിസ്, ഭ്രാന്തനോ മുമയ്യിസ് ഗൈറു മുമയ്യിസിനെ പോലെയാണ്. അപ്പോൾ ഗൈറു മുമയ്യിസ് 4ഉം 5ഉം വയസ്സുള്ള കുട്ടിയോട് നമ്മൾ എങ്ങനെ ചെയ്യണം? അതേപോലെ ഭ്രാന്തനെയും ചെയ്യണം. എല്ലാ കാര്യങ്ങളും വലിയ ചെയ്തു കൊടുക്കുക. ഇവനെ കൊണ്ടുപോകാനുള്ളവർക്ക് ഇവനെ കൊണ്ടുപോകുക. ഈ ജമീമാ ദുഃഖിറ വക്കതൽ മുഹമ്മ അലേഹി, അപ്രകാരമാണ് ബോധക്ഷയം സംഭവിച്ചതിന് പൈസ കൊടുത്ത അജ്ജിന് ഇവനെ കൊണ്ട് അവിടുത്തെ ഓന്റെ ബോധം കെട്ടുപോയി. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇല്ലം യുർജ സവാരി ഖുമാഹി അൻ ഖുർബിൻ, ഉടനെ അവന്റെ ബോധക്ഷയം നീങ്ങുമെന്ന് പ്രതീക്ഷ ഇല്ലെങ്കിലാണ് ഓനെ ഏറ്റിക്കൊണ്ടേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ അറഫയിൽ നിൽക്കുന്ന സമയമൊക്കെ നഷ്ടപ്പെട്ടാലോ? അറഫയ്ക്ക് 24 മണിക്കൂറൊന്നും അറഫല്ലല്ലോ അല്ലെ? എത്ര അറഫുള്ള കുറഞ്ഞ സമയങ്ങളല്ലേ ഉള്ളൂ, മണിക്കൂറുകളല്ലേ ഉള്ളൂ. ആ മണിക്കൂറുകൾ അറഫ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ഹജ്ജ് പോയില്ലേ? ഇസ്ലാം കേട്ടോ. കുട്ടിയുടെ നുസുക്കുകൾ ഇസ്ലാമിലെ ഫറലായിട്ട് വീടൂല. നഫിലായിട്ട് വിടും. ഇല്ല ഇതാ അദറക്കൽ വഖൂഫ ഫിൽ ഹജ്ജി, ഹജ്ജില് വഖഫ് എത്തിച്ചാൽ ഒഴികെ. തവാഫ ഫിൽ ഉംറ, ഉംറയിൽ തവാഫും ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? ആയുസില് ചെറുപ്പത്തിലൊക്കെ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഹജ്ജുകളിൽ എല്ലാ വഖൂഫുകൾ എത്തി നിൽക്കേണ്ടടുത്തൊക്കെ നിൽക്കുകയും ചെയ്തിരുന്നു. തവാഫ ഫിൽ ഉംറ, ഉംറയിൽ തവാഫും ചെയ്തിരുന്നു. ബഅദൽ ബുലൂഗ്, ബുലൂഗ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഉംറ പോയിട്ട് തവാഫും ചെയ്തു. അപ്പൊ ചെറുപ്പത്തിൽ പോയിട്ട് ഹജ്ജും ചെയ്തിരുന്നു. ബാല്യകാലത്തിന്റെ ശേഷം എന്ത് ചെയ്തു? ഉംറയും ചെയ്തു കഴിഞ്ഞാൽ ആ ആളുടെ ഹജ്ജ് എന്ത് ചെയ്തു? വീടും. അപ്പൊ അത് ചെയ്യാത്ത പക്ഷം എന്താവില്ല? കുട്ടിയുടെ ഇസ്ലാമിലെ ഹജ്ജ് എന്താവില്ല? വീടൂല. ഇസ്ലാം സൗകര്യമായിട്ടുള്ള ആ ഹജ്ജിന്റെ തേട്ടം അപ്പോഴും അവനെ തൊട്ട് ബാക്കിയാകും. അള്ളാഹു ജല്ല ജലാലുഹു ഹജ്ജും ഉംറയും റാഹത്ത രൂപത്തിൽ ചെയ്തു വരാൻ നമുക്കൊക്കെ വലിയ തൗഫീഖ് നൽകുമാറാകട്ടെ.